പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ വ്യക്തി ആര്? ഉത്തരം മോശ. മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനായ വ്യക്തി ആരായിരുന്നു? ഉത്തരം മോശ. ആരുടെയൊക്കെ പ്രീതിക്കാണ് മോശ അർഹനായത്? ഉത്തരം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് ഉയർത്തപ്പെട്ടതിൽ ജനത്തിന് സുസമ്മതനായ വ്യക്തി ആരായിരുന്നു? ഉത്തരം മോശ. ശത്രുക്കൾക്ക് ഭയകാരണം ആകത്തക്ക വിധം കർത്താവ് ശക്തനാക്കിയത് ആരെയാണ്? ഉത്തരം മോശയെ. രാജാക്കന്മാരുടെ സന്നിധിയിൽ മോശയെ സമുന്നതനാക്കിയത് ആര്? ഉത്തരം കർത്താവ്. കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത് എപ്പോൾ? ഉത്തരം മോശ അപേക്ഷിച്ചപ്പോൾ. തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ കർത്താവ് ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം മോശയെ. കർത്താവ് മോശയെ ഏൽപ്പിച്ചത് എന്താണ്? ഉത്തരം തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായി ദർശനം ലഭിച്ചത് ആർക്ക്? ഉത്തരം മോശയ്ക്ക്. കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ? ഉത്തരം വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായം 4-ാം വാക്യമനുസരിച്ച് എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം മോശയെ. അഹറോൻ ഏതു ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു? ഉത്തരം ലേവി ഗോത്രം. മോശയുടെ സഹോദരൻ ആരായിരുന്നു? ഉത്തരം അഹറോൻ. ജനത്തിൻ്റെ പൗരോഹിത്യം കർത്താവ് ആർക്കാണ് നൽകിയത്? ഉത്തരം അഹറോന്. മഹിമയേറിയ മേലങ്കി കർത്താവ് അണിയിച്ചത് ആരെയാണ്? ഉത്തരം അഹറോനെ. കർത്താവ് അഹറോനെ ശക്തനാക്കിയത് എങ്ങനെ? ഉത്തരം അധികാര ചിഹ്നങ്ങൾ നൽകി. അഹറോന് നൽകപ്പെട്ട അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർക്കപ്പെട്ടത് എന്തെല്ലാം? ഉത്തരം മാതള നാരങ്ങയും നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണ്ണമണികളും. അഹറോന് നൽകപ്പെട്ട അങ്കിക്ക് ചുറ്റും സ്വർണ്ണമണികൾ തുന്നിച്ചേർത്തത് എന്തിന് ആണ്? ഉത്തരം തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടി. അഹറോനെ അണിയിച്ച വിശുദ്ധ വസ്ത്രം എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയത്. അഹറോൻ്റെ തലപ്പാവിൽ അണിയിച്ചിരുന്ന കിരീടത്തിൽ മുദ്രയിൽ എന്ന പോലെ കൊത്തിവച്ചിരുന്നത് എന്താണ്? ഉത്തരം വിശുദ്ധി. അഹറോൻ്റെ തലപ്പാവിൽ അണിയിച്ചിരുന്നത് എന്താണ്? ഉത്തരം സ്വർണം കൊണ്ടുള്ള കിരീടം. അഹറോൻ്റെ ഹോമബലി ഒരു ദിവസം എത്ര പ്രാവശ്യം വീതം പരിപൂർണമായി ദഹിപ്പിക്കപ്പെട്ടിരുന്നു? ഉത്തരം 2 പ്രാവശ്യം. വിശുദ്ധ തൈലം കൊണ്ട് അഹറോനെ അഭിഷേചിച്ച് നിയോഗിച്ചത് ആരാണ്? ഉത്തരം മോശ. മോശ അഹറോനെ അഭിഷേചിച്ച് നിയോഗിച്ചത് എന്തുകൊണ്ട്? ഉത്തരം വിശുദ്ധ തൈലം കൊണ്ട്. അഹറോനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഉടമ്പടി എന്തായിരുന്നു? ഉത്തരം കർത്താവിന് ശുശ്രൂഷ ചെയ്യുക, പുരോഹിത ധർമ്മം അനുഷ്ഠിക്കുക, അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കുക. ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം അഹറോനെ. സ്മരണാംശമായി അർപ്പിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും.
ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടി മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം അഹറോൻ. അഹറോന് എതിരായി ഗൂഢാലോചന നടത്തിയത് ആരെല്ലാം? ഉത്തരം ദാത്താനും അബിറാമും അവരുടെ അനുയായികളും ഗോറഫിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ. ദേശത്ത് യാതൊരു അവകാശവും ഓഹരിയും ഇല്ലാത്തത് ആർക്കാണ്? ഉത്തരം അഹറോന്. അഹറോൻ്റെ ഓഹരിയും അവകാശവും ആരാണ്? ഉത്തരം കർത്താവ്. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നത് ആര്? ഉത്തരം അഹറോനും അവൻ്റെ പിൻഗാമികളും. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ കർത്താവ് അനുവദിച്ചത് ആർക്കാണ്? ഉത്തരം അഹറോന്. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ച് ആർക്കെതിരെ ആണ് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത്? ഉത്തരം ദാത്താനും അബിറാമിനും അവരുടെ അനുയായികൾക്കും ഗോറഫിൻ്റെ സംഘത്തിനുമെതിരെ. മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം ആർക്കാണ്? ഉത്തരം ഫിനെഹാസിന്. എലിയാസറിൻ്റെ പുത്രൻ ആരാണ്? ഉത്തരം ഫിനെഹാസ്. ഫിനെഹാസ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് എപ്രകാരമാണ്? ഉത്തരം ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട്. ജനം വഴിതെറ്റിയപ്പോഴും ഉറച്ചു നിന്നത് ആരാണ്? ഉത്തരം ഫിനെഹാസ്. സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് ആരുമായിട്ടാണ്? ഉത്തരം ഫിനെഹാസുമായി. യൂദാഗോത്രനായ ജെസ്സയുടെ പുത്രൻ ആരാണ്? ഉത്തരം ദാവീദ്. രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം ആരുടെ സന്തതികൾക്ക് മാത്രമാണ്? ഉത്തരം ദാവീദിൻ്റെ. അഹറോൻ്റെ പിന്തുടർച്ചാവകാശം ആർക്കാണ്? ഉത്തരം അവൻ്റെ സന്തതികൾക്ക്. പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 26. പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ ആരെയൊക്കെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം മോശയെയും അഹറോനെയും ഫിനെഹാസിനെയും കുറിച്ച്. പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വാക്യങ്ങൾ എത്ര മുതൽ എത്ര വരെയാണ്? ഉത്തരം 1 മുതൽ 5 വരെ. പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ അഹറോനെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ എത്ര മുതൽ എത്ര വരെയാണ്? ഉത്തരം 6 മുതൽ 22 വരെ. പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ ഫിനെഹാസിനെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ എത്ര മുതൽ എത്ര വരെയാണ്? ഉത്തരം 23 മുതൽ 26 വരെ. ഫിനെഹാസിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം എലെയാസർ. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിൻ്റെ ഹൃദയത്തെ ഡാഷുകൊണ്ട് നിറയ്ക്കട്ടെ. ഉത്തരം ജ്ഞാനം.